അവയവ കച്ചവടത്തിനായി കൊച്ചി വിമാനത്താവളം വഴിയും മനുഷ്യക്കടത്ത് നടന്നെന്ന് നിഗമനം. പ്രധാന പ്രതികൾ പ്രവർത്തിച്ചത് കൊച്ചി കേന്ദ്രീകരിച്ചാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രതികളെ സഹായിച്ചവർക്കായും അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? ഹൈദരാബാദ്, ബംഗളൂരു, ഡൽഹി വിമാനത്താവളങ്ങൾ വഴിയാണ് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയത് എന്നായിരുന്നു നേരത്തെ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ വിശദമായ അന്വേഷണത്തിലാണ് നെടുമ്പാശ്ശേരി വഴി അടക്കം ആളുകളെ ഇറാനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ കേസിലെ മുഖ്യ സൂത്രധാരന്മാരായ സജിത് ശ്യാം, അതുപോലെ തന്നെ ഇപ്പോൾ പിടിയിലാകാനുള്ള മധു എന്നിവരടക്കം കൊച്ചി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ പിടിയിലായ സാബിത് നാസർ തൃശൂർ സ്വദേശിയുമാണ്. ഈ കൊച്ചിയിലെ ആശുപത്രികളിൽ നിന്ന് ഉൾപ്പെടെ ഇവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയവും പോലീസിന് ഉണ്ട്. സംഘത്തെ സഹായിച്ച കൂടുതൽ ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ഇവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. 20 പേരെ ഇറാനിൽ എത്തിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ മുഖ്യപ്രതിയായ സാബിത് നാസർ മൊഴി നൽകിയത്. എന്നാൽ അവയവ കച്ചവടത്തിനായി കൂടുതൽ ആളുകളെ ഇറാനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, കൂടുതൽ പേർ ഇരകളായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. ഇന്നലെയാണ് ഇതിൽ രണ്ടാമത് അറസ്റ്റിലായ സജിത് ശ്യാമിനെ റിമാൻഡ് ചെയ്തത്. അടുത്ത ദിവസം തന്നെ സജിത് ശ്യാമിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും. സാബിത്തിനെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അതിനു പുറമെയാണ് സജിത് ശ്യാമിനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. ഇരുവരെയും ഒന്നിച്ചിരുത്തി അടക്കം ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക. അതേസമയം ഈ പ്രധാന പ്രതിയായ മധു ഇപ്പോഴും ഇറാനിൽ തുടരുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സൂചന. ആര്യ, ശരി. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ കൊച്ചി വിമാനത്താവളം വഴിയും അവയവക്കടത്ത് നടന്നതായാണ് പുതിയതായി വരുന്ന വിവരം. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.